എന്താണ് സ്പെഷ്യല്? ഗോതമ്പട, ഗോതമ്പ് ദോശ, ഗോതമ്പട. അത് വിട്ടൊരു വേറെ കളിയില്ല. ചപ്പാത്തി, ചപ്പാത്തി പിന്നെ സഹിക്കാം. ശർക്കര നാളേരൊക്കെ ഉണ്ടാ? അടിപൊളി. മീൻ മേടിച്ചിട്ടുണ്ട്, ചൂട, പിന്നെ കിളിമീൻ. ഇന്ന് സ്പെഷ്യൽ അല്ല, ഇന്ന് തേങ്ങയും ശർക്കരൊക്കെ ഉണ്ട്. അടിപൊളി. ഏത് എപ്പോഴും ഇടാറില്ല. നന്നായിട്ട് മൊരിഞ്ഞോട്ടെ. ചായ കുടിച്ച പോയിട്ടേനെ നീ നാളെ രാവിലേക്ക് നോക്കിയാൽ മതിയല്ലേ? ഷാറിന് എടുത്തതാ. നിനക്ക് മീൻ നന്നാക്കാറിയോ? ചെമ്പല് ചെറുതല്ലേ? കുറച്ച് വെയിലത്ത് കൊണ്ടുവരണം, മുകളിൽ കൊണ്ടിടാം. നീ പുളി അധികം വെച്ചിട്ട് പുളി വാരിടേണ്ട ആവശ്യമായിട്ടാ. നിനക്ക് എപ്പോഴും സുഖമുണ്ട്. കോഴി പുളിയിട്ട് പിന്നെ എടുത്ത് മാറ്റി വയ്ക്കില്ല, കളയില്ല പുളി. പുളിക്ക് വരണ്ട്. കാശ് കൊടുത്ത് മേടിക്കാത്ത കാരണം കുഴപ്പമില്ലല്ലേ? അപ്പോൾ നമുക്ക് നത്തോലി ഫ്രൈ ആക്കിയാലോ? നല്ല ഒരു അടിപൊളി ടേസ്റ്റില്. അപ്പൊ നമുക്ക് ഇതിന് മസാല ഇറക്കാം. നമുക്ക് വേറെ കാര്യമുണ്ട്. നമ്മള് ഒരു മാസം വരെ ആയതുകൊണ്ട് കടലപ്പൊടി പൊടിച്ച് വെച്ചിട്ട് അതുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാം നമുക്ക്. അത് ഇതൊന്നല്ല. ഇനി ബോംബെത്തെ കഥ പറയുമ്പോ നീ കളവളാന്ന് പറയരുത്. കേട്ട് നീ ഈ കഥ കേട്ടിട്ടില്ല. ബോംബെത്തെ കഥ, ബോംബെയിലൊക്കെ ഹോട്ടലിൽ മീൻ വറക്കുമ്പോഴേ കടലപ്പൊടി മിക്സ് ആക്കും മസിനകത്ത്. അതിന് ചിലപ്പോ പൊടിയാണ്ടിരിക്കാൻ എന്നാ കടലപ്പൊടി കൂട്ടിട്ട് നമുക്ക് മീൻ വറുത്ത് വെക്കാം. നിങ്ങൾക്ക് അറിയാലോ, കടലപ്പൊടിക്ക് മറ്റേ മൈദയും കോൺഫ്ലവറൊക്കെ ഇട്ട് വറക്കണേക്കാളും അടിപൊളിയാണല്ലോ. പൊട്ടിച്ചിട്ടില്ല അരിപ്പൊടി ഇവിടെ. എന്താ ഇതൊക്കെ ധാരാളോ. നമുക്ക് മീൻ വറക്കാൻ പ്രത്യേക ഒരു മസാലക്കൂട്ട് റെഡിയാക്കാം. ഒരു 2 ടീസ്പൂൺ, 2 ഇപ്പം 3 സ്പൂൺ ഉണ്ടാവും കടലപ്പൊടി. 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ അരിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത്, നമുക്ക് മീൻ വറക്കാൻ 1 ടീസ്പൂൺ പോരെ? കിടക്കട്ടെ, കളർ കിടക്കട്ടെ. ഇങ്ങനെ വാശി പിടിക്കല്ലേ. മീൻ വറക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ വേണം. ഒരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിച്ചത്, കുറച്ച് വെളിച്ചെണ്ണ എടുത്ത. നമുക്ക് ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി മെയിൻ സാധനം കൂട്ടിയിട്ടില്ല. ഉപ്പ് മറക്കരുത്. മീൻ വറുത്ത എങ്ങനെ ഉണ്ടാവും? കിളി മീൻ വറുത്ത ഉപ്പ് ആവശ്യത്തിന് പൊട്ടിയിട്ടേ മതി. ഒരു ലേശം തൈര് വെച്ചെടുക്കാം നമുക്ക്. നമ്മുടെ ഇതെങ്ങനെയാണെന്ന് അറിയില്ല വറുത്തിട്ട്. ഷാരൂന് ടേസ്റ്റ് ചെയ്ത് അറിയാം. ഷാറിനെ എങ്ങനെയുണ്ടെന്ന് പറയണം. അധികം പുളിഞ്ഞില്ല തൈരിന്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കാം. നമുക്ക് അടിപൊളിയാണ്. നമുക്കിനി മീൻ കൊടുക്കാം. മീനിൻ്റെ വെള്ളമായിരുന്നേ, ഇതങ്ങനെ പിടിച്ചോളൂ. ഒരു ലേശം വെള്ളത്തിന്റെ കുറവുണ്ട്.
ലേശം വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അടിപൊളി. ലേശം കുറവാ? നോക്കി നോക്കാം, നിങ്ങൾ നോക്ക്. മതിയാ? ലേശം ഉപ്പ് കാണാം. കയ്യിലുപ്പ് തരാൻ പാടില്ല. അതൊക്കെ പണ്ട് ഉള്ള സ്നേഹം പറയുന്നു. ഞാൻ ഇട്ടുള്ള കയ്യിലുപ്പ് തരണ്ട, ഞാൻ ഇട്ടുള്ള ഞാനൊക്കെ സ്നേഹം പറയണ്ട. അതിലേക്ക് തന്നെ സ്നേഹം കൂടിയിട്ട് ആകെ പ്രശ്നമാണ്. അല്ല പിന്നെ ഞാനുള്ള ഞാനോ ഇതിന് വെളിച്ചെണ്ണ കിട്ടാൻ അടിപൊളി. പക്ഷേ ഫ്രിഡ്ജിലിട്ടേക്ക്. ഇനി ഇത് കുറച്ചേരം ഇരിക്കട്ടെ. മീൻകറിയൊക്കെ വെന്തൊക്കെ റെഡിയാക്കി ഇത് വറക്കാനുള്ള പരിവാകും. അതുവരെ നമുക്ക് മൂടി വയ്ക്കാം. പോട്ടിരിക്കട്ടെ. നമുക്ക് മീൻ മുറിക്കണ്ട, ചെറിയ മീനല്ലേ. നാളേക്കുള്ളത് ഇത് പറ്റട്ടല്ലേ? ഈ തളന്നിനാ? ആ, തല നിനക്ക് വറക്കാനാ? എൻ്റെ അമ്മ. കിടപ്പ് കണ്ടോ? അത്യാവശ്യം പറ്റും. ഇനി ഇത് പറ്റിക്കോളും. മൺചട്ടിയല്ലേ? എങ്ങനെയുണ്ട്? പുളിയൊക്കെ പിടിച്ചില്ലേ? നമുക്ക് ഇനി മീൻ വറുത്താലോ? റെഡി. ആദ്യത്തെ പരീക്ഷണം സംരംഭം നോക്കാം. എങ്ങനെയാ? കുറച്ചുകൂടി വെച്ചോ, ഒന്ന് മുങ്ങി കിടക്കണം. പിശുക്ക് കളിക്കല്ലേ? മതി മതി മതി. ആ മതി മതി മതി. ഇനി കടലപ്പൊടി നമുക്ക് എന്നിട്ടുണ്ടാക്കാം. എന്തൊക്കെ ഉണ്ടാക്കാല്ലേ? ഉണ്ടാക്കാനായിട്ട് ഇഷ്ടത്തിനുണ്ടാക്കാം. അപ്പൊ നമ്മുടെ എണ്ണ ചൂടാവട്ടെ. അപ്പൊ നമ്മള് എണ്ണ ചൂടായി. ആയത്ത് വെച്ചിട്ട് ചൂന്ന പച്ചക്കാട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കാം. ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി. നല്ല കറും വളർന്നിരിക്കണം മീൻ വറവ്. നത്തൂരുണ്ട് പച്ചി ഉണ്ടാക്കിയാൽ വരാവോ? നത്തോലി പച്ചിയാവോ? കുഴപ്പമില്ല. മൊഴിയട്ടെ. സമാധാനപ്പെട്ട് മൊഴിയുമ്പോൾ അത് വിട്ടുപോയുള്ളത്. വേണം കയ്യില് വേണം.
നമ്മുടെ നത്തോലി ഫ്രൈ സൂപ്പറായിട്ടുണ്ട്. അടിമൊഴിച്ചിട്ടുണ്ടല്ലേ അടിപൊളി. നമ്മുടെ നത്തോലി ഫ്രൈ നോക്കിയാൽ നല്ല പുതിയ വെറൈറ്റി മസാലയുടെ വറുത്ത നത്തോലി ഫ്രൈ. നമ്മള് സാധാരണ അങ്ങനെ ഒന്നും വറുക്കാറില്ലല്ലോ. അടിപൊളിയുണ്ട്. അടിപൊളി നല്ല മുരുമുരാന്നിരിക്കണ്. സാറിന് കഴിച്ചു നോക്കിയാ ഇങ്ങനെ വിളിക്കാം. സൗണ്ട് മുരുങ്ങ സൗണ്ട് അടിപൊളിയായിട്ടില്ലേ? നല്ല ടേസ്റ്റ്. അപ്പൊ ഇതുപോലെ ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ ചെയ്ത് നോക്കട്ടാ. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി. അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകള് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സപ്പോർട്ടിന്റെ ആള്. അപ്പൊ നമ്മളെ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. അതുവരയ്ക്കും വണക്കം.